ഇന്ന് വീട്ടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഇറങ്ങുന്നത് ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. കാര്യം കുറച്ച് ഏർലി ആയിട്ട് ഇറങ്ങിയതാണ്, ഇരുട്ട് സമയത്ത് ഇറങ്ങിയതാണ്. നമ്മളൊരു സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു രസകരമായ ഒരു ഷോപ്പിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. ഇതിപ്പോൾ ട്രിവാൻഡ്രം അല്ല, ഞാൻ ട്രിവാൻഡ്രം വിട്ട് ഒരു സ്ഥലത്തേക്ക് പോകുന്ന സമയത്താണ് നമ്മുടെ വ്ളോഗിന് വേണ്ടിയിട്ട് ഞാൻ ആ കടയിലേക്ക് എത്താൻ പോകുന്നത്. ഇത് ചാലക്കുടി ഭാഗത്താണ്. ചാലക്കുടി ഭാഗത്ത് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു നാടൻ കടയുണ്ട്. നല്ല ഇലയിലെ ഊണാണ്. അവിടുത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഫിഷ് ഫ്രൈ ചെയ്തിട്ട് കറി വയ്ക്കുന്ന ഒരു കാര്യവും, പിന്നെ അതുപോലെ പോക്കിൻ്റെ കറികൾ, ബീഫ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് പറയുന്നത്. പക്ഷേ ഇതെല്ലാം അവിടുത്തെ സ്പെഷ്യൽ. പിന്നെ അങ്കമാലി മാങ്ങാക്കറി, അങ്ങനെയെല്ലാം. അപ്പോൾ ചാലക്കുടി എന്ന് പറയുന്ന ഭാഗത്താണ് ഇപ്പം ഞാൻ നിൽക്കുന്നത്. പോയിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. അങ്ങനെ ചാലക്കുടിയിലെത്തിയിരിക്കുന്നു. കറങ്ങി ഇതാണ് തനിമ എന്നാണ് റെസ്റ്റോറൻറ്റിൻ്റെ പേര്. രഘുച്ചേട്ടൻ്റെ കട എന്നാണ് അറിയപ്പെടുന്നത്. രഘുച്ചേട്ടൻ്റെ കട വളരെ ഫേമസ് ആണ്. അപ്പോൾ അകത്തേക്ക് പോവാം. ഒരുപാട് സെലിബ്രിറ്റീസ് വന്നു പോയിട്ടുള്ള കടയും കൂടിയാണിത്. അവരുടെ എല്ലാ ഫോട്ടോസൊക്കെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അങ്ങനെ രഘുച്ചേട്ടൻ്റെ കടയിലേക്കാണ് വന്നിരിക്കുന്നത്. ഇത് മകനാണ്, വിഷ്ണു എന്നാണ് നമ്മുടെ മോൻ്റെ പേര് തന്നെ, വിഷ്ണു. പിന്നെ അച്ഛൻ്റെ സ്ഥാപനമായിരുന്നു അല്ലേ? എത്ര വർഷമായി ഇത്? ഇതിപ്പോൾ നമ്മളിവിടെ 2 വർഷമായി. ഇതിനു മുമ്പ് അവിടെ ആലമല ജംഗ്ഷനിൽ ഒരു 14-15 കൊല്ലമായിട്ടുണ്ടായിരുന്നു. 14 വർഷത്തോളം അവിടെയായിരുന്നു. ഇവിടെ ഈ കടയിൽ ഇങ്ങോട്ട് മാറിയിട്ട് 2 years. ഇപ്പോൾ അച്ഛൻ മരിച്ചിട്ട് ഇപ്പോൾ 6 months, 6 മാസമായിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു സങ്കടം ഉണ്ട്, കാര്യം 6 മാസമായിട്ടുള്ളൂ. ഇപ്പോൾ പക്ഷെ അമ്മയും എല്ലാം ഹെൽപ്പ് ചെയ്യാനുണ്ട്. ഇതാണ് വിഷ്ണുവിൻ്റെ അമ്മ, പിന്നെ രഘുചേട്ടൻ്റെ വൈഫ്. പേരെന്തായിരുന്നു? സ്മിത. ഓക്കെ. അപ്പോൾ ഇപ്പോൾ കുറച്ച് എന്താ പറയുക, നമുക്ക് അങ്ങനെ ഭയങ്കര കംഫർട്ടബിൾ അല്ല, കാര്യം അധികം ദിവസം ആയിട്ടില്ലല്ലോ, 6 months അല്ല. അപ്പോൾ ഓർമ്മകൾ എപ്പോഴും വളരെ ഹോണ്ടിങ് ആണ്. അപ്പോൾ ഇത് നന്നായിട്ട് നിങ്ങൾ കൊണ്ടുപോകല്ലേ കാര്യങ്ങൾ മുന്നോട്ട്, അത് തന്നെ വലിയ കാര്യമല്ലേ. ഓക്കെ, ആ ഒരു ലെഗസി കൊണ്ടുപോകാന്ന് പറയുമ്പോൾ മകനുണ്ട്, എല്ലാത്തിനും ഒപ്പം അമ്മയുണ്ട്. സന്തോഷമായിട്ടിരിക്കും കേട്ടോ. ഇത് നല്ല വിജയത്തിലേക്ക് തന്നെ വരും. പിന്നെ അച്ഛന് സന്തോഷവും നന്നായിട്ട് കൊണ്ടുപോകുന്നതൊക്കെ കാണുമ്പോൾ. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്തൊക്കെയാണ് ഇവിടുത്തെ ഭക്ഷണത്തിൻ്റെ? നിങ്ങളുടെ കട ഇത്രയും ഫേമസ് ആയതിൻ്റെ കാര്യം? മാങ്ങാക്കറി, അങ്കമാലി മാങ്ങാക്കറി അല്ലേ? അങ്കമാലി മാങ്ങാക്കറി. പിന്നെ മീൻ വറുത്ത് ഒരു കറി വയ്ക്കും അല്ലേ? വറുത്ത കറി. ഇൻസ്പയർഡ് ആയിട്ട്. ഓക്കെ നിങ്ങൾ ക്രിയേറ്റീവായിട്ട് ചെയ്താണ്. ഓക്കെ. പിന്നെ ഫിഷ് വറുത്ത കറി, പിന്നെ അത് കഴിഞ്ഞിട്ട് പോക്ക് അല്ലേ? പന്നിയിറച്ചിയുണ്ട്, ബീഫ് ഫ്രൈ ഉണ്ട്, ബീഫ് കൂർക്കയിട്ട് വെച്ചതുണ്ട് അല്ലേ? എല്ലാം ഓൾമോസ്റ്റ് റെഡിയാണ്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കാണാം. ഇതൊക്കെ അങ്കമാലി സ്പെഷ്യലാണ് കേട്ടോ, ഈ കൂർക്കയിട്ട് വെച്ചതൊക്കെ. പോർക്കിൻ്റെ പെരളൻ നല്ല കാണുമ്പോൾ തന്നെ അറിയാലോ. പോർക്ക് കഴിക്കുന്നവർക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഇതാണ് ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൊടുക്കുക. ചോറിൻ്റെ കൂടെയാണ് ഈ കറികളൊക്കെ വരുന്നത്. ഇത് ചിക്കൻ കറി, ബീഫിൻ്റെ ഫ്രൈ ആണ്. തേങ്ങ അരിഞ്ഞിട്ടിട്ട് തേങ്ങ കൊത്തെല്ലാം ചേർത്തിട്ട് നല്ല ഫ്രൈ ആയിട്ട് ഉണ്ടാക്കും. ഇത് ബീഫ് ഫ്രൈ കാണുമ്പോൾ അറിയാം അതിലൊരു. ചിക്കൻ 65 വറുത്തുകൊണ്ടിരിക്കുന്നു. ഇത് കൂർക്കയും ബീഫും. ഇത് ബീഫും കൂർക്കയും. ഇത് അങ്കമാലിക്കാരുടെ സ്പെഷ്യൽ അല്ലേ സാധാരണ പറയാ? നാളികേരം അരച്ചിട്ട് ചെയ്യുന്നതാണ്. അത് അപാര സംഭവമായിട്ടാണ് അറിയപ്പെടുന്നത്. കൊഴുവ ഫ്രൈ വറുത്തോണ്ടിരിക്കുന്നേ ഉള്ളൂ. ആവശ്യാനുസരണം ഇങ്ങനെ ചൂടായിട്ട് വറുത്ത് കൊടുക്കുകയാണ്. ഞങ്ങളുടെ ഇവിടെ പറയുന്നത് നെത്തോലി പറയും, വേളൂര് അല്ലേ? ഓക്കെ. ഇത് വേറെ കുറച്ച് പരന്നിരിക്കുന്നത് അല്ലേ? നെത്തോലി പോലെ തന്നെയാണ്. ഇത് 65യുടെ മസാല പുരട്ടി വെച്ചിരിക്കുന്നു. ഒരു സൈഡിൽ മീൻ വറുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതാണ് ഇവിടെ ഇപ്പോൾ നടക്കുന്നത്. ഇല്ല, ഏതാണ് ഈ ഫ്രൈയോ? അതിൽ വേറെ കാര്യങ്ങളൊന്നും ചേർക്കില്ല. എന്തൊക്കെയാണ് ചേർക്കുക അപ്പോൾ? 65 കുരുമുളക് പൊടി, വെളുത്തുള്ളി, മുളക് പൊടി, അത്രേ ഉള്ളൂ. ഓക്കെ. അങ്ങനെ അല്ലാണ്ട് കോട്ടിങ്ങോടുകൂടി കോൺഫ്ലവർ അങ്ങനെ ഒന്നും ചേർക്കില്ല. മീൻ വറുത്ത കറിയാണത്. ഗ്രേവി ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ മീൻ വറുത്ത് ഇതിനകത്ത് ഇട്ടിട്ട് ഇളക്കിയിട്ട് എന്നിട്ടാണ് കൊടുക്കുന്നത് അല്ലേ? ഇതുപോലെ ഫ്രൈ ചെയ്ത് വെക്കും. നെമ്മീനാണോ കൊടുക്കുന്നത്? എങ്ങനത്തെ മീനാണ് കൊടുക്കുക? വറ്റ. ഓക്കെ. അതുപോലെ വറ്റ വറുത്തത് എടുത്തിട്ട് ഗ്രേവിയിലാക്കി കൊടുക്കും.
ഓ താറാവും ഉണ്ടല്ലേ. ഓക്കെ, ഇങ്ങനെയാണ് മീൻ വറുത്ത കറി കൊടുക്കുന്നത്. അടിപൊളി, നല്ല റിച്ച് ഗ്രേവി. താറാവ് കറി നാളികേരം അരച്ച് ചെയ്യുന്നത്. ഓക്കെ, നാളികേരം അരച്ച്, അതെ, അരച്ചിട്ട് പച്ചക്കറിക്കും അല്ലേ? ഓ ആ ഓക്കെ, ഇതാണ് താറാവ്. ഓക്കെ, കാണുമ്പോൾ അറിയാട്ടോ, എല്ലാം നല്ല കാണും. അത് അമ്മയുടെ കൈപ്പുണ്യാണെന്ന് തോന്നുന്നു കാര്യങ്ങളൊക്കെ. മോൻ കുക്ക് ചെയ്യുന്നോ? മോൻ കുക്ക് ചെയ്യും അല്ലേ? മെയിനായിട്ട് അമ്മയാണ് അടുക്കളയിൽ നിൽക്കണേ. ആണല്ലേ, അമ്മേനെ ചെയ്യുന്ന മോനും കൂടെ സപ്പോർട്ട്. അപ്പൊ അച്ഛൻ്റെ അത് അതേപോലെ ചെയ്യുന്നുണ്ട് എല്ലാവരും. ഇത് തുടങ്ങുന്ന രാവിലെ 11:30 തൊട്ട് 3:30 വരെ ഉണ്ടാവും. ഉച്ചയ്ക്ക് 3:30 വരെ. അതാണ് ഇവരുടെ ലഞ്ച് ടൈം. ലഞ്ച് മാത്രമേ സെർവ് ചെയ്യുന്നുള്ളൂ. ചോറും പിന്നെ അതിനോടുള്ള കറികളൊക്കെ ഉണ്ടാവും അല്ലേ? വേറെ പച്ചക്കറികളൊക്കെ ഉണ്ടാവും. പിന്നെ ഇത് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഈ സ്ഥലം പറഞ്ഞുതരാം. ഇവിടെ വന്നിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഇത് കറക്റ്റ് ലൊക്കേഷൻ ഒന്ന് പറയാമോ? ഇത് ഗൂഗിൾ മാപ്പിൽ രഘുചേട്ടൻ്റെ കട ചാലക്കുടിയിൽ നിന്ന് ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്താൽ കിട്ടും. അതായത് മുനിസിപ്പൽ സ്റ്റേഡിയം ചാലക്കുടിയിലെ അവിടെ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് യൂസ്ഡ് കാസിൻ്റെ ഒരു ഷോറൂം ഉണ്ട്. ഒരു വലിയൊരു ഇത് അല്ല, അതിൻ്റെ പേര്, അതിൻ്റെ യൂസ്ഡ് കാസിൻ്റെ പേരെന്താ പറയുക? ശ്രീകൃഷ്ണ. അതിൻ്റെ തൊട്ട് ബാക്കിലായിട്ടാണ് ഈ ഷോപ്പിംഗ്. രഘുചേട്ടൻ്റെ കട. പിന്നെ ഒരു പേര്, പണ്ട് പേരില്ലാത്ത കടയായിരുന്നു അല്ലേ? പേരില്ല ഹോട്ടൽ. അങ്ങനെ വന്നു. ഓക്കെ, പേരില്ലാത്ത കട എന്ന് അറിയപ്പെട്ടിരുന്നു. പിന്നെ രഘുചേട്ടൻ്റെ കടയായി. ഇപ്പൊ നിങ്ങളൊരു തനിമാണെന്ന് പേരിട്ടു അല്ലേ? ലൈസൻസിലുള്ള പേര്, അത്രേ ഉള്ളൂ. പക്ഷെ എന്നാലും പേരില്ലാത്ത കട എന്ന് പറഞ്ഞിട്ട് പിന്നെ രഘുചേട്ടൻ്റെ കടയായി. അപ്പൊ ഇനി കഴിക്കാം. ഇവിടെ തിരക്ക് കൂടിക്കൊണ്ടിരിക്കുന്നു. ചോറ് മറ്റേ റെഡ് റൈസ് അല്ലേ? ചമ്പാവരിയാണോ? മട്ട റൈസ്. പാലക്കാടൻ മട്ട. എന്തായാലും ഇല കഴുകണ്ട, നല്ല കഴുകിയ ഫ്രഷ് ഇല തന്നെ വന്നു. ആദ്യം സാലഡ്, ഉള്ളി തൈരിൻ്റെ ഒരു സാലഡ്, റൈത്ത പോലെ. ഇത് പട്ടാണിയും സവാളയാണ് കൂടുതലും, ഉള്ളിയാണ് അല്ലേ? ഇതെന്ത് കറിയാ? കാളൻ. ഇനി പാലക്കാടൻ മട്ട റൈസിൻ്റെ ചോറ് കുറച്ച് മതി. ഓക്കെ, വെജ് കാര്യങ്ങളായി. അങ്കമാലി മാങ്ങാ കറി, അതിങ്ങനെ ടേബിളിൽ വെച്ചേക്കും. ആവശ്യാനുസരണം ഒഴിച്ച് കഴിക്കാനാണ്. ഇത് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ ഭാഗത്തേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ. ഇതാണ് ഒഴിച്ച് കറി. ഇത് അച്ചാറ്, നെല്ലിക്ക, പപ്പടം. ഇതെല്ലാം വെജ് കണ്ടെന്നുള്ളത്. ഇതിൻ്റെ കൂടെയാണ് ആഡ് ഓൺ ആയിട്ട് ഓരോ കാര്യങ്ങൾ നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് മേടിക്കാം. താറാവ് കറി കൂട്ടിയുള്ള ഊണാണെങ്കിൽ താറാവ് കറി മാത്രമായിട്ട് വാങ്ങാം. ചെമീൻ ഫ്രൈ കൂട്ടിയുള്ള ഊണാണെങ്കിൽ അത് മാത്രം വാങ്ങാം. മീൻ വറുത്ത കറിയും കൂട്ടിയുള്ള ഊണാണെങ്കിൽ അത് അഡീഷണലായിട്ട് വാങ്ങിച്ചാൽ മതി. ഇങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ടാണ്. അത് വറുത്ത മീൻ കറി ഇലയിലാണ് വരുന്നത് കേട്ടോ. ഇതിപ്പോൾ താറാവ് അല്ലേ? ഓക്കെ, താറാവ് കറി. ഇത് കൂർക്ക, ബീഫും കൂർക്കയും. യെസ്, ഇതാണ് ബീഫും കൂർക്കയും. എനിക്ക് കൂർക്ക എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവനാണ്, ഭയങ്കര ഇഷ്ടമാണ്. ബീഫ് എൻ്റെ സ്പെഷ്യലല്ല എങ്കിലും നമുക്ക് ടേസ്റ്റ് ചെയ്യാമല്ലോ. ഇത് കൊഴുവ ഫ്രൈ, വേളൂർന്നാണ് പറഞ്ഞത് ഈ മീനിൻ്റെ പേര് ഇവിടെ. ബീഫ് ഫ്രൈ, ആഹാ, കാണുമ്പോഴത്തേക്ക് അറിയാം, അടിപൊളിയാണ്. ഇത് കൊഞ്ച്, ചെമ്മീൻ റോസ്റ്റ്. പിന്നെ ഇത് നെത്തോലി പോലത്തെ ഒരു മീനുണ്ടായിരുന്നല്ലോ, എന്താ പറയുക ഇതിൻ്റെ പേര്? വേളൂർ മീൻ ഫ്രൈ. ഇത് നമ്മളുടെ ചിക്കൻ 65, താറാവ് കറി, പിന്നെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതിൻ്റെ ഏറ്റവും സ്പെഷ്യലായിട്ട് ഇതിനെ ഒഴിച്ച് കഴിക്കുന്നതിന് അങ്കമാലിക്കാരുടെ മാങ്ങ ഒഴിച്ച് കറി, മാങ്ങാക്കറി എന്ന് പറയും, അങ്കമാലി മാങ്ങാക്കറി. ഓക്കെ, പോർക്ക് ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും ഒന്ന് പോക്ക് ഞാൻ കഴിക്കാത്തത് കൊണ്ട് എടുത്തില്ല. പക്ഷെ അതും ഭയങ്കര സ്പെഷ്യലാട്ടോ ഇവിടെ. ഓക്കെ, അപ്പോൾ ഇനി ഇത് കഴിച്ച് തുടങ്ങുന്നു. അപ്പോൾ ഇവിടുത്തെ എല്ലാ ഐറ്റവും ഞാനിങ്ങനെ ട്രൈ ചെയ്യുകയാണ്. ലെറ്റ്സ്. കാണാനൊന്നുമില്ല, അടിപൊളിയാണ്. അതുകൊണ്ടല്ലേ ഇത്രയും പേരായത്. ഇവിടെ ആൾക്കാർ വന്ന് ഇത്രയും തിരക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഈ രഘുചേട്ടൻ്റെ കടയിൽ. ഇവിടെ സാമ്പാറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇത് കഴിഞ്ഞ് വരും കേട്ടോ. ഞാൻ സാമ്പാർ കഴിക്കാത്ത ആളായതുകൊണ്ട്. നോക്കെ, മാങ്ങാക്കറി, ഇത് ഇവരുടെ സ്പെഷ്യലാണ്. ഈ അങ്കമാലി സൈഡിൽ വന്നു കഴിഞ്ഞാൽ അങ്കമാലി മാങ്ങാക്കറി ഈസ് വെരി വെരി സ്പെഷ്യൽ. ഇത് സൂപ്പർബായിട്ടുള്ളൊരു കറിയാണ്. അടിപൊളി. കൊച്ചുള്ളിയൊക്കെ വറുത്തിട്ടിട്ടേ താളിപ്പിൽ, എന്താ രസം. ഇത് കഴിക്കാൻ വേണ്ടി മാത്രമാണെങ്കിലും ഇവിടെ വരണം. ബീഫ് ഫ്രൈ, തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ട് ഗംഭീരം. കൊഞ്ച് റോസ്റ്റ്, നല്ല മസാല. ഫിഷ് ഫ്രൈ, രക്ഷയില്ല. എൻ്റെ ഫേവറേറ്റ് ഗൂർക്കയും ബീഫും കൂടിയുള്ള അടിപൊളി.
എന്താ പറയുക, എല്ലാം അടിപൊളി. എനിക്ക് ചിരി വരുന്നുണ്ട് അറിയോ. കറി ഇടയ്ക്ക് കഴിക്കുന്ന കാര്യമായി മാറി. ചോറ് കൂടുതൽ ഇമ്പോർട്ടൻസ് ഇപ്പോൾ കറിക്കാം. ഇനി താറാവ്, സ്പെഷ്യൽ താറാവ് കറി എടുത്തേ. വെരി ടേസ്റ്റി. തേങ്ങ അരച്ച് വെച്ച താറാവ് കറി കേട്ടോ, ഗംഭീരം. അധികം മസാലയുടെ മെയിൻപൊടിയൊന്നും ഇല്ലാണ്ട് കുരുമുളകും ഒക്കെ ഇട്ടുണ്ടാക്കുന്ന ചിക്കൻ 60. വെരി സോഫ്റ്റ്. ഇത് ഇവരുടെ സ്പെഷ്യലാണ്. എല്ലാവരും സ്പെഷ്യൽ തന്നെയാണ്. നെല്ലിക്ക. ആഹാ, ഇത് നമ്മുടെ ഫിഷ് വറുത്ത കറിയുടെ മസാല. ഷെഫ് പിള്ളേരെ നിർവ്വാണ ഇൻസ്പയർഡ് ആയിട്ടാണ് ഇതുണ്ടാക്കി തുടങ്ങിയെന്നാണ് പറയുന്നത്. ഗംഭീരം. ആദ്യം പൊളി എന്ന് പറയാനും വയ്യ. അയ്യോ, എന്താ ഇത് ബെസ്റ്റ്. ഇത്രയും കഴിച്ചാൽ ഏറ്റവും ബെസ്റ്റ്. എൻ്റെ അരപ്പ് മാത്രം എടുത്ത് ഇങ്ങനെ കഴിക്കാൻ തോന്നുന്നു. ഓ, എന്ത് ടേസ്റ്റാണ്. വിശാലമായിട്ട് കഴിക്കാൻ പോകുന്നു. ഇതെല്ലാം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ടേസ്റ്റ് പറയാൻ വേണ്ടിയിട്ട് ആദ്യം കഴിച്ച് കാണിക്കുവാണ്. എൻ്റെ ഇഷ്ടാനുസരണം തോരനും കൊള്ളാം. തോരൻ, സലാഡ്, കാളൻ, നല്ല തനി നാടൻ യമ്മി ഫുഡ്. എൻ്റെ ഒരു സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. എനിക്ക് ഒതുക്കത്തിനൊരു സ്ഥലത്ത് ചെയറൊക്കെ ഇട്ട് തന്നു കേട്ടോ, മേശയിൽ. അവിടെ നല്ല ക്രൗഡായി കഴിഞ്ഞു. അപ്പോൾ ഞാൻ കഴിക്കുന്നു. ഓക്കെ. ഇപ്പോൾ സമയം ഏതാണ്ട് 2 മണി ആകാറായി. 1:45. തിരക്ക് കൂടി വന്നുകൊണ്ടേയിരിക്കുന്നു. ഇത് 3:30 മണി വരെ ഉള്ളൂ. 11:30 മുതൽ 3:30. സൺഡേസ് ഹോളിഡേയുമാണ്. അപ്പോൾ ആൾക്കാർക്ക്, ഇവിടെ ഉള്ള ആൾക്കാർക്ക് അറിയാം, അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ്. അപ്പോൾ ഇതുവഴി പാസ് ചെയ്യുകയാണെങ്കിലും ഇവിടെ വരിക. വേറെ സ്ഥലങ്ങളിലേക്ക് പോകുന്ന യാത്രയുടെ മധ്യയാണെങ്കിലും തൃശ്ശൂർ വഴി വരികയാണെങ്കിൽ ചാലക്കുടിയിൽ നിർബന്ധമായും വന്ന് ഇവിടെ രഘുചേട്ടൻ്റെ കട തീർച്ചയായിട്ടും വരണം. മുനിസിപ്പൽ സ്റ്റേഡിയത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഇതുള്ളത്. അങ്ങനെ മനസ്സും നിറഞ്ഞു, വയറും നിറഞ്ഞു, സന്തോഷത്തോടു കൂടി പോകാട്ടോ. അടിപൊളിയായിരുന്നില്ല. അപ്പോൾ രഘുചേട്ടൻ്റെ മകൻ വിഷ്ണുവിൻ്റെ അമ്മ എല്ലാം കൂടി ചേർന്ന് ഗംഭീരമായിട്ട് അച്ഛൻ്റെ ലെഗസി കാത്തു സൂക്ഷിക്കുന്നു. അതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സന്തോഷം. ഇപ്പോൾ നല്ല തിരക്കാണല്ലോ, എപ്പോഴും നല്ല ക്രൗഡ്, ഭയങ്കരമായിട്ട് ആൾക്കാർ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി വന്നിട്ടില്ലാത്തവർ വരിക. ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് ഇവിടെ ഇത് തേടി പിടിച്ച് വന്നിരിക്കുകയാണ്. അപ്പോൾ സന്തോഷം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇനിയും വരാം തീർച്ചയായിട്ടും.